നമസ്കാരം, റിയൽ ന്യൂസ്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ KBTA കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ബാലുശ്ശേരിയിൽ നടന്നു. ബാലുശ്ശേരി കേപ്പ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗത സംവിധാനം നിലനിർത്തണമെന്നും വികലമായ സമയപരിഷ്കരണം നിർത്തലാക്കി ബസ് ഉടമകൾക്ക് സമയപരിധിയില്ലാതെ ഓഫീസ് സേവനം അനുവദിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ KBTA കോഴിക്കോട് ജില്ലാ കൺവെൻഷനാണ് ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. പൊതുഗതാഗത സംവിധാനം നിലനിർത്തണമെന്നും RT ഓഫീസിലെ വികലമായ സമയപരിഷ്കരണം നിർത്തലാക്കി ബസ് ഉടമകൾക്ക് സമയപരിധിയില്ലാതെ ഓഫീസ് സേവനം അനുവദിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന കൺസെഷൻ കാലോചിതമായി പരിഷ്കരിച്ച് ചാർജ് വർദ്ധിപ്പിക്കുക, പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. ബാലുശ്ശേരി കേപ്പ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ട് അമെൻമെന്റ് വന്നു. എനിക്ക് ടോറസ് ടിപ്പറിൻ്റെ ഒരു ബസ് സർവീസ് ഒരു 2014 തൊട്ട് അതിൻ്റെ ഒരു 5-10 ടോറസ് ടിപ്പറുണ്ട്. പക്ഷെ ഞാൻ ഹിമാചൽ പ്രദേശിലായിരുന്നു എൻ്റെ വണ്ടി ഓടിയിരുന്നത്. അതിനുശേഷം മഹാരാഷ്ട്രയ്ക്ക് വന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തും RTO ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രയും മോശപ്പെട്ട് ഉടമകളോട് എങ്ങനെയും ദ്രോഹിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, ഒരു വർഷത്തിൽ ഏറ്റവും വലിയ ബസ്സിൻ്റെ ടാക്സ് 30,000 രൂപ. ക്ഷേമനിധി ഇല്ല, GPS ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ എല്ലാം അടിച്ചേൽപ്പിച്ച് ടാക്സ് വാങ്ങിക്കുന്നത് നോക്ക്. 30,000 ഒരു വർഷം. ഞാൻ ടോറസിന് ഞങ്ങൾ 10 കിലോ ടോറസിന് കൊടുത്തിരുന്നത് 12,500 രൂപയിൽ ഒരു വർഷം കൊടുത്തിരുന്നത്. ഇവിടെ അത് 64,000 രൂപ കൊടുക്കണം ഒരു വർഷം. അപ്പോൾ ഇത്രയധികം ടാക്സും മറ്റും എല്ലാം അടിച്ചേൽപ്പിച്ചിട്ടും ബസ് ഉടമകൾക്ക് സർക്കാർ എന്താ ചെയ്തു കൊടുക്കുന്നത്? ഈ സർക്കാർ എന്നല്ല, മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ ഉടമകളെ ഒരു തരത്തിലും ഗൗനിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിലും കാര്യങ്ങളും ഓഫീസിലും പോയപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, 10 മണി മുതൽ 1 മണി വരെ സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് ഈ 11-ാം തീയതി രാമേന്ദ്രത്തിൽ വെച്ചിട്ട് തൃശ്ശൂർ സമ്മേളനത്തിന് വന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ വിഷയം ഞാൻ ബോധിപ്പിച്ചു. ഒരു തീരുമാനം ഇപ്പോഴും ഇതേവരിക്കുണ്ടായിട്ടില്ല. അതിൽ ഞാൻ അതൊരു വിവരാശം കൊടുത്തത് സർക്കാർ അത്തരത്തിലൊരു ഉത്തരവ് പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാണത്? മന്ത്രി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞിരുന്നത് 10 മണി തൊട്ട് 1 മണി വരെ പ്രവർത്തിച്ചാൽ മതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മണിക്ക് ശേഷം ഫോൺ എടുക്കണ്ടെന്ന്. സംസ്ഥാന സെക്രട്ടറി ഗോകുൽദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊറോണയ്ക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 14,000-ഓളം വരുന്ന ബസ്സുകൾ സർവീസ് നടത്തി. എന്നാൽ ആ സർവീസിൽ നിന്ന് കേവലം 7,000 ബസ്സുകളായി നിലം പരിശായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള സംസ്ഥാനത്തിലെ സ്വകാര്യ ബസ് സർവീസ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ സ്വകാര്യ ബസ് സർവീസ്, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുള്ള ആളുകളൊന്നും അല്ല ഇന്നത്തെ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത്. ബഹുഭൂരിപക്ഷം ബസ് സർവീസും ഞങ്ങളുടെ പാലക്കാടേക്ക് നോക്കുകയാണെങ്കിൽ 2-3 വ്യക്തികൾ ഒരുമിച്ച് കുറച്ച് പൈസ കടമെടുത്ത് അത്യാവശ്യം വീട്ടിലുള്ള സ്വർണം വരെ പണയം വെച്ച് ഒരു ഉപജീവന മാർഗം എന്ന രീതിയിലാണ് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മറ്റ് തുറകൾക്ക് എന്തൊക്കെയാണോ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അതിനൊരു 10% സാഹചര്യം ഈ മേഖലയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഈ മേഖല സ്വയമായി ഒരു വലിയ പ്രസ്ഥാനമായി മാറാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. TK പ്രദീപൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ശിവാനന്ദൻ നായർ സ്വാഗതവും പോക്കർകുട്ടി നരിക്കോട്ട് നന്ദിയും പറഞ്ഞു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി P ശിവാനന്ദൻ നായർ പ്രസിഡന്റ്, TK പ്രദീപൻ സെക്രട്ടറി, പോക്കർകുട്ടി നരിക്കോട്ട് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.